2018 ഓഗസ്റ്റ് 13 അമേരിക്കയിലെ കൊളറോഡോയിലെ ഫെഡറിക് പോലീസ് സ്റ്റേഷനിലേക്ക് ഏകദേശം ഉച്ചയോടുകൂടെ 1:40 ഒരു കോൾ വരികയാണ്. നിക്കോൾ എന്ന യുവതിയാണ് വിളിക്കുന്നത്. സാർ, എൻ്റെ സുഹൃത്തായ ഷനാനെ കാണാനില്ല. ഷനാൻ അമേരിക്കയിലെ കൊളറോഡോയിലെ ഫെഡറിക് എന്ന നഗരത്തിലാണ് താമസിക്കുന്നത്. ഷനാൻ ലേവൽ എന്ന കമ്പനിയിൽ ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടാണ് ജോലി ചെയ്തു വരുന്നത്. ഷനാൻ്റെ വീട്ടിൽ ഷനാൻ്റെ ഭർത്താവായ ക്രിസ് വാട്സ്, ഷനാൻ്റെ 3-4 വയസ്സുള്ള പെൺമക്കളായ ബെല്ലയും സെലസ്റ്റുമാണ് താമസിക്കുന്നത്. ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ ആ പോലീസ് ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഷനാൻ്റെ വീട്ടിലേക്കെത്തി അന്വേഷണം ആരംഭിക്കുകയാണ്. പോലീസ് ഷനാൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടിൽ മറ്റാരുമില്ല. പരാതി നൽകിയ നിക്കോളിൻ്റെ മകനും അവിടെ എത്തിയിരുന്നു. നിക്കോളിനെ കണ്ടപ്പോൾ പോലീസ് നിക്കോളിനോട് കാര്യങ്ങൾ തിരക്കുകയാണ്. എന്താണ് സംഭവിച്ചത്, എന്താണ് നടക്കുന്നത് എന്ന് നിക്കോളിനോട് പോലീസ് ചോദിക്കുകയാണ്. നിക്കോൾ ഉടനെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് പോലീസിനോട് പറയുകയാണ്. സാർ, ഇന്നലെ എനിക്കും ഷനാനും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു ബിസിനസ് മീറ്റിംഗ്. അതിനുശേഷം ഏകദേശം ഒരു 2 മണിയോടുകൂടി ഞാൻ ഷനാനെ കാറിൽ ഇവിടെ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഷനാൻ 15 മാസം ഗർഭിണിയാണ്. രാവിലെ 9 മണിക്ക് ഷനാന് ഒരു ഡോക്ടറുടെ ഒരു അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 2 കൊച്ചു കുട്ടികളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്നും എന്നോട് പറഞ്ഞിരുന്നു. രാവിലെ 8 മണി മുതൽ 12 മണി വരെ ഞാൻ ഷനാനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പ്രതികരണമൊന്നുമില്ല. ഒരുപാട് മെസ്സേജുകളും ഞാൻ അയച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ വീടിൻ്റെ ഗ്യാരേജിൽ ഷനാൻ്റെ കാറുണ്ട്. മാത്രമല്ല ഷനാൻ നിരന്തരമായി ഉപയോഗിക്കുന്ന ഷൂസും കാര്യങ്ങളുമെല്ലാം ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 911 വിളിച്ച് റിപ്പോർട്ട് ചെയ്തത്. ഇത് കേട്ട ഉടൻ തന്നെ പോലീസ് ഓഫീസർ ഷനാൻ്റെ വീടിൻ്റെ വാതിൽ മുട്ടി വിളിക്കുകയാണ്. അങ്ങനെ ഷനാൻ്റെ വീടിൻ്റെ മുമ്പിൽ ഈ പോലീസ് വാഹനം നിർത്തിയിട്ടിരിക്കുന്നതും ഈ ആൾക്കൂട്ടവും കണ്ട ഷനാൻ്റെ അയൽവക്കക്കാരനായ നെയ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തി തൻ്റെ വാതിൽ തുറന്ന് വെളിയിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ നെയ്റ്റിനോട് നിങ്ങളുടെ അയൽവക്കക്കാരിയായ ഷനാനെ ഈ വീട്ടിൽ ഇന്നേ ദിവസം കണ്ടിരുന്നോ എന്ന് തിരക്കുന്നുണ്ട്. അതിന് മറുപടിയായി അദ്ദേഹം ഇല്ല സാർ, ഞാൻ കണ്ടിരുന്നില്ല എന്ന് മറുപടി നൽകുന്നുമുണ്ട്. അതേ തുടർന്ന് അദ്ദേഹവും ആ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ഷനാൻ്റെ ഭർത്താവായ ക്രിസിനെ ഫോണിൽ വിളിച്ച് ഈ വീട്ടിലേക്ക് ഉടൻ തന്നെ എത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഏകദേശം ഉച്ചയ്ക്ക് 1:41 ആ വീട്ടിലേക്ക് ഷനാൻ്റെ ഭർത്താവായ ക്രിസ് എത്തിച്ചേരുകയാണ്. പോലീസ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അവിടെ എത്തിയ ക്രിസ് പോലീസിന് ആ വീട് പരിശോധിക്കുന്നതിന് വേണ്ടി ആ വീട് തുറന്നു നൽകുകയാണ്. അങ്ങനെ അവർ ആ വീട്ടിൽ പരിശോധന നടത്തുകയാണ്. അങ്ങനെ പ്രഥമ പരിശോധനയിൽ അവർക്ക് ഷനാനെയും കുട്ടികളെയും ആ വീട്ടിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷനാൻ്റെ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ സോഫയുടെ ഇടയിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ്. ഈ പരിശോധിക്കുന്ന സമയത്ത് ഷനാൻ്റെ ഭർത്താവായ ക്രിസിൻ്റെ പെരുമാറ്റം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു നിലപാടിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ ആരോടോ ചാറ്റ് ചെയ്തുകൊണ്ടോ മെസ്സേജ് അയച്ചുകൊണ്ടുള്ള ഒരു നിൽപ്പാണ് അദ്ദേഹത്തിൻ്റെ. ഈ അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥനാകട്ടെ ഇതെല്ലാം ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് എടുക്കുന്നുമുണ്ട്. അങ്ങനെ ക്രിസ് ബെഡ്റൂമിൽ നിന്ന് ഒരു വെഡ്ഡിംഗ് റിങ്ങുമായി വന്ന് മറ്റുള്ളവരെ കാണിക്കുകയാണ്. സാർ, അവൾ
കയ്യിൽ ധരിക്കുന്ന ഞങ്ങളുടെ വെഡ്ഡിംഗ് റിങ്ങാണിത്. ഇത് അവളിവിടെ ഊരി വെച്ചിട്ടാണ് പോയത്. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചിരി വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ ചിരി മായ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാവരുടെയും തന്നെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് പറഞ്ഞ ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ ക്രിസിനോടായി ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും കാര്യമായ വഴക്കുകളോ കാര്യങ്ങളോ നടന്നിരുന്നോ എന്ന് ക്രിസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ് പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല സാർ, ഞാനും അവളും തമ്മിൽ വഴക്കുകളൊന്നുമില്ല. ഞാൻ ഇന്നലെ ജോലിക്ക് പോകുന്ന സമയത്ത് അവൾ ഞങ്ങളുടെ ബെഡ്റൂമിലെ ബെഡിൽ കിടപ്പുണ്ടായിരുന്നു. അവളും മക്കളും എവിടേക്ക് പോയെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കതേപ്പറ്റി ഒന്നും തന്നെ അറിയത്തുമില്ല. ഞങ്ങൾ തമ്മിൽ ഓൾറെഡി പിരിയുന്നതിനെ പറ്റിയൊരു ധാരണയുണ്ടാക്കി ഇരിക്കുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൾ എന്നോട് പറയാനുള്ള സാധ്യതയുമില്ല എന്നായിരുന്നു ക്രിസ് പോലീസിന് മറുപടി നൽകിയത്. ആ വീട് പരിശോധിച്ചതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ആ വീട്ടിൽ ഷനാനും തൻ്റെ 2 മക്കളും ഇല്ല. അവർ എവിടേക്ക് പോയി എന്നുള്ളതാണ് അവരുടെ മുമ്പിലെ അടുത്ത ചോദ്യം. ക്രിസിൻ്റെയും ഷനാൻ്റെയും അയൽക്കാരനായ നെയ്റ്റിൻ്റെ വീട്ടിൽ ഒരു ഹോം സെക്യൂരിറ്റി ക്യാമറയുണ്ട്. അവിടെ അന്വേഷണത്തിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, എന്നാൽ പിന്നെ ആ ക്യാമറ ഒന്ന് നമുക്ക് നോക്കിക്കളയാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ ക്രിസും പോലീസ് ഉദ്യോഗസ്ഥനും നിക്കോളിൻ്റെ മകനും അയൽക്കാരനായ നെയ്റ്റും ചേർന്ന് ആ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. ഓഗസ്റ്റ് 13 പുലർച്ചെ 5:27 5:48 ഉള്ള ദൃശ്യങ്ങളാണ് നിർണായകമായത്. ക്രിസ് തൻ്റെ ട്രക്ക് സാധാരണയായി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വീടിൻ്റെ ഗ്യാരേജിന് തൊട്ടടുത്തായി പിന്നോട്ടെടുത്ത് പാർക്ക് ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇതെല്ലാം നെയ്റ്റ് പോലീസിനോട് വിശദമായി പറയുന്നുണ്ട്. നെയ്റ്റ് ഇതെല്ലാം പറയുമ്പോൾ ക്രിസ് വളരെ അസ്വസ്ഥനായി കാണപ്പെടുന്നുണ്ട്. ക്രിസ് തലയിൽ കൈവയ്ക്കുകയും ഒരു വെപ്രാളം ക്രിസിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ക്രിസ് പിന്നീട് ആ ദൃശ്യത്തിലേക്ക് നോക്കുന്നതേയില്ല. ശരീരം ക്രിസിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത പോലെ ക്രിസ് പെരുമാറുന്നുണ്ട്. ഇതുമൂലം ക്രിസ് തലയിലൊരു കണ്ണാടി വെച്ചിരുന്നു. അത് അറിയാതെ, അവൻ പോലും അറിയാതെ അവൻ്റെ മുഖത്തേക്ക് വീഴുന്നുണ്ട്. അതെല്ലാം അദ്ദേഹം പിടിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആ ദൃശ്യങ്ങളിലേക്ക് നോക്കാതെ തന്നെ അവരോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പൊതുവെ യൂറോപ്യൻ കൺട്രീസിലുള്ള പോലീസിൻ്റെ ഒരു ശൈലിയാണ് ഒരു പരാതി ലഭിച്ച് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ ഇതെല്ലാം ചിത്രീകരിച്ച് വെക്കുക എന്നുള്ളത്. അങ്ങനെ ചിത്രീകരിച്ച് വെക്കുന്ന ഈ പോലീസ് ഓഫീസറുടെ ക്യാമറയിലെല്ലാം തന്നെ ക്രിസിൻ്റെ പെരുമാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പതിയുന്നുണ്ട്. അങ്ങനെ ക്രിസ് ആ വീട് വിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അയൽക്കാരനായ നെയ്റ്റ് കൂടുതൽ വിശദമായി പോലീസിനോട് സംസാരിക്കുന്നുണ്ട്. താൻ ഇതുവരെയും ക്രിസിനെ ഇങ്ങനെ അസ്വസ്ഥനായി കണ്ടിട്ടില്ല എന്ന് നെയ്ത്ത് വ്യക്തമായി പോലീസിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അടുത്ത ദൃശ്യത്തിൽ ക്രിസ് ഭാരമുള്ളോ എന്തോ ഒന്ന് എടുത്ത് ട്രക്കിൻ്റെ പുറകിൽ വയ്ക്കുന്നത് കാണുന്നത്. ദൃശ്യം വ്യക്തമല്ലെങ്കിലും നിഴലിലെല്ലാം കാണാം. ഓഗസ്റ്റ് 14 ചാനലുകളിൽ എല്ലാം തന്നെ ഈ ന്യൂസ് വരികയാണ്. 34 വയസ്സുകാരിയായ ഷനാൻ എന്ന യുവതിയെയും അവരുടെ 2 പെൺമക്കളെയും കാണാനില്ല എന്നതായിരുന്നു വാർത്ത. അതോടൊപ്പം അവരുടെ ഭർത്താവായ ക്രിസിൻ്റെ മുഖവും ആ വാർത്തയിൽ കാണാം. നിറകണ്ണുകളോടെ കൈകൂപ്പി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ അപേക്ഷിക്കുകയാണ്. തൻ്റെ കുടുംബം എവിടെയാണെന്നും അവരെ തനിക്ക് തിരികെ വേണമെന്നും പറഞ്ഞ് കരയുന്ന ക്രിസിൻ്റെ മുഖം അന്നത്തെ എല്ലാ ന്യൂസ് ചാനലുകളിലും വന്നിരുന്നു. പക്ഷേ ഈ വാർത്ത കണ്ട പലർക്കും ചില സംശയങ്ങൾ ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ഷനാൻ്റെ സുഹൃത്തായ നിക്കോളിന്. ക്രിസിൻ്റെ ബോഡി ലാംഗ്വേജിൽ എന്തൊക്കെയോ ഒരു മാറ്റം, എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ. ഇത് നിക്കോളിന് മാത്രം തോന്നിയ ഒരു കാര്യമല്ല. ക്രിസിൻ്റെയും ഷനാൻ്റെയും അയൽക്കാരായ ആളുകൾക്കും
പോലീസിനും ഇതേ സംശയമുണ്ടായി. കാരണം ക്രിസിൻ്റെ നിരവധി ന്യൂസ് ദൃശ്യങ്ങളാണ് എല്ലാ ചാനലുകളിലും വന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ചില വീഡിയോ ദൃശ്യങ്ങളിൽ അയാളുടെ 2 കൈകളും കെട്ടിയാണ് നിൽക്കുന്നത്. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ട് അത് മറയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു പരിഭ്രമം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർ പോലും അറിയാതെ തന്നെ അവരാദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കൈകെട്ടൽ എന്നുള്ള കാര്യം. ഇതെല്ലാം കണ്ട പോലീസ് ക്രിസിനെ സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ്. അങ്ങനെ പോലീസ് അയാളെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ ക്രിസ് ഒന്നും സമ്മതിക്കുന്നില്ല. തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയില്ല എന്നും തനിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. തലങ്ങും വിലങ്ങും പോലീസ് ക്രിസിനെ ചോദ്യം ചെയ്തിട്ടും ക്രിസ് അയാളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ചോദ്യം ചെയ്യലിനിടയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ മക്കളുടെ കുറച്ച് ചിത്രങ്ങൾ അദ്ദേഹത്തെ കാണിക്കുകയാണ്. ഈ ചിത്രങ്ങൾ കണ്ട അദ്ദേഹം വളരെയധികം വികാരഭരിതനാകുന്നുണ്ട്. ഇതെൻ്റെ കുഞ്ഞുങ്ങളാണ്, ഇവരാണ് എൻ്റെ ജീവൻ, ഞാൻ ഇവരെ ഒരിക്കലും ഒന്നും ചെയ്യില്ല എന്നൊക്കെ ക്രിസ് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഷനാനും മക്കളും കാണാതെ ആവുന്ന സമയത്ത് ക്രിസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ക്രിസിനെ അല്ലാതെ വേറെ ആരെയും സംശയമില്ല. പക്ഷേ ക്രിസ് ആണെങ്കിൽ ഒന്നും തുറന്ന് പറയുന്നതുമില്ല. അവസാനം ക്രിസിനെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ പോലീസ് തീരുമാനിച്ചു. തുടർന്ന് നുണ പരിശോധനയുടെ അവസാനം ക്രിസ് പരാജയപ്പെടുകയും ചെയ്തു. ഇതോടെ ക്രിസ് തന്നെയാണ് കുറ്റവാളി എന്ന് പോലീസിന് ഉറപ്പായി. ഇനി തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായ ക്രിസ് തനിക്ക് തൻ്റെ അച്ഛനോട് സംസാരിക്കണമെന്ന് ആ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ പോലീസ് ക്രിസിൻ്റെ അച്ഛനെ വിവരം അറിയിക്കുകയും അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിയ അച്ഛനെ കണ്ട ഉടൻ തന്നെ ക്രിസ് പൊട്ടിക്കരയാൻ തുടങ്ങി. താനാണ് ഷനാനെ കൊന്നതെന്ന് ക്രിസ് അച്ഛനോട് തുറന്നു പറഞ്ഞു. അച്ഛാ, അവൾ എൻ്റെ മക്കളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അത് തന്നെ ഞാൻ അവളോടും ചെയ്തു. അവളെ ഞാൻ ഇല്ലാതെയാക്കി. ക്രിസിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രിസ് ജോലി ചെയ്യുന്ന എണ്ണപ്പാടത്താണ് മൂവരുടെയും മൃതദേഹങ്ങളുള്ളതെന്ന് പോലീസിന് അറിയാൻ കഴിഞ്ഞു. കൊളറോഡോയിലെ ഒരു പ്രമുഖ എണ്ണവാതക ഉൽപ്പാദന കമ്പനിയായ അൻഡാർക്കോ പെട്രോളിയത്തിൽ ഒരു ഓയിൽ ഫീൽഡ് ഓപ്പറേറ്ററായിട്ടാണ് ക്രിസ് വാട്സ് ജോലി ചെയ്തിരുന്നത്. എണ്ണക്കിണറുകളിലെ ഗേജുകൾ പരിശോധിക്കുക, പമ്പുകൾ പ്രവർത്തിപ്പിക്കുക, മെയിൻ്റനൻസ് ജോലികൾ ചെയ്യുക എന്നിവയായിരുന്നു ക്രിസിൻ്റെ പ്രധാന ചുമതലകൾ. ക്രിസ് പറഞ്ഞതനുസരിച്ച് ക്രിസിൻ്റെ ജോലിസ്ഥലത്തെ പാടത്തുള്ള ആഴം കുറഞ്ഞ ഒരു കുഴിയിൽ നിന്നുമാണ് ഷനാൻ്റെ മൃതശരീരം പോലീസിന് ലഭിക്കുന്നത്. എന്നാൽ പോലീസ് എത്ര പരിശോധിച്ചിട്ടും ആ 2 കുട്ടികളുടെ മൃതശരീരങ്ങളും അവിടെ നിന്നും കണ്ടെത്താൻ പോലീസിന് സാധിക്കുന്നില്ല. അങ്ങനെ പോലീസ് വീണ്ടും ക്രിസിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അയാൾ പറയുന്നത് അവിടെ 2 വലിയ ടാങ്കുകളുണ്ട്, എണ്ണ ശേഖരിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ 2 ടാങ്കുകൾ, അതിനാണ് കുട്ടികളുടെ ശരീരം ഉള്ളതെന്ന്. ഉടൻ തന്നെ പോലീസ് ആ ടാങ്കുകൾ തുറന്ന് പരിശോധിക്കുകയും ആ കുട്ടികളുടെ മൃതശരീരം അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ക്രിസ് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി എന്ന വാർത്ത അറിഞ്ഞ എല്ലാവരും തന്നെ ഞെട്ടി. കാരണം അവരുടെ കുടുംബജീവിതം അവരെ അറിയാവുന്ന എല്ലാവർക്കും തന്നെ സന്തോഷമുളവാക്കുന്ന ഒന്നായിരുന്നു. അതിലുപരി ഷനാൻ തൻ്റെ മക്കളെ കൊന്നുകളഞ്ഞു എന്നതും ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഓഗസ്റ്റ് മാസം 21 കോടതി വിചാരണയിൽ ആ അസാധാരണമായ ഒരു കാര്യം നടന്നു. ക്രിസ് ചില കാര്യങ്ങൾ ഏറ്റുപറഞ്ഞു. താൻ തന്നെയാണ് തൻ്റെ ഭാര്യയെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നതെന്ന് ക്രിസ് കോടതിയിൽ വെളിപ്പെടുത്തി. ഇത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും
ഞെട്ടിച്ചു കളഞ്ഞു. ക്രിസിന് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന നിക്കോൾ കേസിംഗർ എന്ന ഒരു യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു. ക്രിസ് തൻ്റെ ഭാര്യയായ ഷനാനുമായി വേർപിരിയുകയാണെന്നും വിവാഹമോചന നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും ക്രിസ് നിക്കോളിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. തനിക്ക് നിക്കോളിനൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങണം എന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം നിക്കോളിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ നിക്കോളിനോടൊപ്പം ഒരു ജീവിത സ്വപ്നം കണ്ട ക്രിസിന് ഷനാനും മക്കളും പതിയെ പതിയെ ഒരു ബുദ്ധിമുട്ടായി മാറി തുടങ്ങി. കൂടാതെ ഷനാൻ 3ാമത് ഗർഭിണിയാണ്. ഇത് ക്രിസിൽ കൂടുതൽ അനിഷ്ടമുണ്ടാക്കി. എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കണം. ഈ ചിന്ത പതിയെ ക്രിസിൽ വളരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഓഗസ്റ്റ് മാസം 13 പുലർച്ചെ 1:48 ജോലി ആവശ്യമായി പുറത്തുപോയ ഷനാൻ മടങ്ങിയെത്തുന്നത്. അങ്ങനെ യാത്രാക്ഷീണം മൂലം കിടന്നുറങ്ങാൻ തയ്യാറെടുക്കുന്ന ഷനാനോട് തനിക്ക് ഈ ബന്ധം ഇനിയും തുടർന്നു പോകാൻ താല്പര്യമില്ലെന്നും തനിക്ക് വിവാഹമോചനം വേണമെന്നും ക്രിസ് ആവശ്യപ്പെടുകയാണ്. അതവരെ വലിയൊരു തർക്കത്തിലേക്ക് തള്ളി നീക്കുകയാണ്. അപ്പോഴാണ് ക്രിസ് തനിക്ക് മറ്റൊരു സ്ത്രീയെ ഇഷ്ടമാണെന്നും അവരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തുറന്നു പറയുന്നത്. ഈ ഒരു കാര്യം അവരുടെ തർക്കം കൂടുതൽ രൂക്ഷമാക്കാൻ കാരണമായി. താൻ യാതൊരു കാരണത്താലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെന്നും തന്നെയും കുട്ടികളെയും ഉപേക്ഷിക്കാൻ ക്രിസിനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും ഷനാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യം വന്ന ക്രിസ് ആ കട്ടിലിലിട്ട് തന്നെ ഷനാനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഷനാൻ്റെ ബോഡി എടുത്ത് ട്രക്കിലേക്ക് കയറ്റാൻ തുടങ്ങുമ്പോഴാണ് തൻ്റെ മൂത്ത കുട്ടിയായ ബെല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. ഇത് കണ്ടയുടനെ ബെല്ല അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ, അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മയ്ക്ക് സുഖമില്ല, കുഴപ്പമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നായിരുന്നു ക്രിസിൻ്റെ മറുപടി. തൻ്റെ മൂത്ത മകളായ ബെല്ലയെയും ഇളയ മകളായ സെലസ്റ്റിനെയും ക്രിസ് ആ വീട്ടിൽ വെച്ച് തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഈ 3 മൃതദേഹങ്ങളും ആ ട്രക്കിൽ കയറ്റി താൻ ജോലി ചെയ്തിരുന്ന എണ്ണപ്പാടത്തെത്തി മറവ് ചെയ്യുകയാണ് ക്രിസ് ചെയ്തത്. ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ ക്രിസ് തൻ്റെ കാമുകിയുടെ ഫോട്ടോ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്നത് പോലീസ് കണ്ടിരുന്നു. ഇതെല്ലാം ക്രിസിനെതിരെയുള്ള തെളിവുകളാണ്. കോടതിയിൽ ക്രിസിൻ്റെ ഈ വെളിപ്പെടുത്തൽ കഴിഞ്ഞതിന് ശേഷം പോലീസ് ക്രിസിൻ്റെ കാമുകിയായ നിക്കോളിനെയും ചോദ്യം ചെയ്തിരുന്നു. അതിൽ അവർ ക്രിസുമായി ബന്ധമുണ്ടെന്ന് സമ്മതിച്ചു. എന്നാൽ തന്നോട് ക്രിസ് പറഞ്ഞതെല്ലാം നുണകളായിരുന്നെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. ഈ കൊലപാതകത്തിൽ അവർക്ക് യാതൊരുവിധ പങ്കുമില്ലെന്ന് തെളിഞ്ഞു. ഗർഭസ്ഥ ശിശു ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തിയ കേസിൽ 9 കുറ്റങ്ങളാണ് കോടതി ക്രിസിനെതിരെ വിധിച്ചത്. 2018 നവംബർ 19 കോടതി പരോളില്ലാതെ ക്രിസിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. നിലവിൽ ഇപ്പോഴും ക്രിസ് ജയിലിൽ തടവിൽ കഴിയുകയാണ്. ഒരു മനുഷ്യൻ അവൻ്റെ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയും ഇതുവരെയും ലോകം പോലും കാണാത്ത ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലും കൊന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഈ സംഭവം 2018 അമേരിക്കയിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു. ഈ കേസിനെ ആസ്പദമാക്കി ഒരു ഡോക്യുമെൻ്ററി പുറത്തിറങ്ങിയിരുന്നു. അമേരിക്കൻ മർഡറർ ദ നെക്സ്റ്റ് ഡോർ എന്നാണ് 2020 ഇറങ്ങിയ ആ ഡോക്യുമെൻ്ററിയുടെ പേര്. വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളുടെ ഈ ചാനലിൽ കൂടുതലും ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി, ക്രൈം സ്റ്റോറി, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് തുടങ്ങിയ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് കൃത്യമായി എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമല്ലോ.
നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വന്തം കെ എൽ ടോക്സ്.